കൗമാരക്കാരിയായ മകൾ അതിസുന്ദരിയാകുന്നു. മകൾക്ക് കാഴ്ചയിൽ താനുമായോ തന്റെ ഭാര്യയുമായ സാദൃശ്യമില്ല. വിയറ്റ്നാം സ്വദേശിയ പിതാവിനുണ്ടായ ഈ തോന്നലുകൾ നയിച്ചത് മകളുടെ DNA പരിശോധനയിലേക്കായിരുന്നു. ഒടുവിൽ പരിശോധനയിൽ ഇതുവരെ വളർത്തിയത് സ്വന്തം മകളല്ലെന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞു. ഭാര്യയെ കുറ്റപ്പെടുത്തി. ഇതോടെ മകളെയും കൂട്ടി ഭാര്യ വീട് വിട്ടിറങ്ങി. എന്നാൽ മറ്റൊരിടത്ത് മകളുമായി താമസിക്കുന്നതിനിടെ മാതാവും ആ സത്യം മനസ്സിലാക്കി. ഇത് തന്റെ മകളല്ലെന്ന് മാതാവും തിരിച്ചറിഞ്ഞത് ഒരു DNA പരിശോധനയിലൂടെയായിരുന്നു. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന വിയറ്റ്നാമിലെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മകൾക്ക് തന്റെ ഭാര്യയുടെ രൂപസാദൃശ്യമില്ലെന്ന വിയറ്റ്നാം സ്വദേശിയുടെ സംശയമാണ് വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ ചുരുളഴിച്ചത്. കൗമാരക്കാരിയായ മകൾ അതിസുന്ദരിയായതും തന്റെ രൂപസാദൃശ്യമില്ലാത്തതും ഇദ്ദേഹത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ മകളുടെ DNA പരിശോധന നടത്താൻ തീരുമാനിച്ചു. പ്രസവ സമയത്ത് കുട്ടികൾ മാറിപ്പോയതാണെന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇതോടെ ഇവർക്ക് മുന്നിൽ വെളിപ്പെട്ടത്. DNA പരിശോധനയിൽ പെൺകുട്ടിയുടെ പിതാവ് താനല്ലെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതോടെ മറ്റൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്തി. എന്നാൽ ഭാര്യ ഇത് അംഗീകരിച്ചില്ല. അതേസമയം ഭാര്യ തന്നെ ചതിച്ചെന്ന തോന്നലിൽ ഇദ്ദേഹം മദ്യപിക്കുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായി. പ്രശ്നങ്ങൾ സ്ഥിരമായതോടെ ഭാര്യ മകളെയും കൂട്ടി വിയറ്റ്നാമിലെ തന്നെ ഹനോയിലേക്ക് താമസം മാറ്റി. മകളെ ഇവിടെ പുതിയ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ വെച്ച് പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി ചെങ്ങാത്തത്തിലായി. ഇരുവരുടെയും ജന്മദിനവും ജന്മസ്ഥലവും ഒന്നാണെന്നതായിരുന്നു മറ്റൊരു സവിശേഷത. ഇരുവരും തമ്മിലുള്ള സൗഹൃദം ദൃഢമായതോടെ രണ്ടുപേരുടെയും ജന്മദിനം ഒരുമിച്ച് ആഘോഷിക്കാൻ കൂട്ടുകാരിയുടെ മാതാവ് തീരുമാനിച്ചു. തുടർന്ന് ജന്മദിനാഘോഷത്തിന് മകളുടെ കൂട്ടുകാരെയും ഇവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ മകളുടെ കൂട്ടുകാരെ കണ്ട് ഇവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തന്റെ കൗമാരക്കാലത്തെ അതേ രൂപമായിരുന്നു മകളുടെ കൂട്ടുകാരിക്കും. തുടർന്ന് സംശയം തോന്നിയതോടെ ഇരു കുടുംബങ്ങളും DNA പരിശോധനയ്ക്ക് തയ്യാറായി. ഈ പരിശോധനയിലാണ് പ്രസവാനന്തരം കുട്ടികൾ പരസ്പരം മാറിപ്പോയതെന്ന് വ്യക്തമായത്. DNA പരിശോധനയിലെ കണ്ടെത്തൽ രണ്ട് കുടുംബങ്ങൾക്കും ആദ്യം വിശ്വസിക്കാനായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇരു കുടുംബങ്ങളും ഇതുപോലെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു വരികയാണെന്നും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടികളെ എങ്ങനെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതേസമയം പ്രസവ സമയത്ത് ഗുരുതര അനാസ്ഥ കാണിച്ചതിന് ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഇരു കുടുംബങ്ങളും തീരുമാനമെടുത്തിട്ടില്ലെന്നും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.